പെയ്തൊഴിഞ്ഞ മഴ പോലെ വന്ന നിലവേ. കൃത്യം 5 മണിയായതും ദേവു പാറുവിൻ്റെ വീട്ടിലേക്ക് വന്നു. ഹാ, മോള് വന്നോ? പാറു പറഞ്ഞിരുന്നു ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ടെന്ന്. മുറ്റത്തേക്ക് കയറി വരുന്ന ദേവുവിനെ കണ്ടതും നിറപുഞ്ചിരിയാലെ ലളിത അവളോട് ചോദിച്ചുകൊണ്ട് കയ്യിലുള്ള പച്ചക്കറിയുമായി പിന്നാമ്പുറത്തേക്ക് നടന്നു. ദേവു ലളിതയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കോലായിലേക്ക് കയറി. നീ വന്നോ? ദേ, അവൾ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റതേയുള്ളൂ. അകത്തേക്ക് കയറി വന്ന ദേവുവിനെ കണ്ടതും ഉന്തിപ്പിടിച്ച വയറുമായി അഞ്ചു കോലായിലേക്ക് ഇറങ്ങി വന്നു. ഉറങ്ങാനോ? അങ്ങനെയൊരു പതിവില്ലല്ലോ പെണ്ണിന്. സംശയത്തോടെ ദേവു അഞ്ജുവിനെ നോക്കി. അമ്മോ, ആർക്കറിയാം. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും വന്നതിന് ശേഷം പെണ്ണിങ്ങനെയാ. ഒരു മിണ്ടാട്ടവുമില്ല. ഉച്ചയ്ക്ക് 2 വറ്റ് വാരി തിന്നു പോയി കിടന്നതാ. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും വരുമ്പോൾ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലാത്തത് നടന്നിരുന്നോ? ചോദ്യത്തോടെ സംശയത്തോടെ ദേവുവിനെ നോക്കി അഞ്ജു. ഇല്ല ചേച്ചി. എന്തേ അങ്ങനെ ചോദിച്ചേ? തിരിച്ചും ദേവു ചോദിച്ചു. കാര്യം എന്താണെന്ന് ദേവുവിന് അറിയാം. പക്ഷേ രാവിലെ നന്ദിത പറഞ്ഞത് ഇവിടെ വന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും പഴി കേൾക്കുക പാറു മാത്രമായിരിക്കും. പിന്നെ പതിവ് ചൊല്ലും, ഉണ്ട ചോറിന് നന്ദി വേണമെന്ന്. അത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് അറിയാത്ത മട്ടിൽ ദേവു തിരിച്ചു ചോദിക്കുകയായിരുന്നു. ഹേയ്, പെണ്ണിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എക്സാം തുടങ്ങാറായോ? ഇവിടെ ഒരാൾ പുസ്തകം തൊട്ടിട്ട് ദിവസങ്ങളായി. പറഞ്ഞാൽ ഇപ്പോൾ പഴയതുപോലെ അനുസരണ തീരെയില്ല. പഴയ കളിച്ചിരിയും ഇല്ല. എല്ലാം അവളിൽ നിന്നും പോയതുപോലെ. എന്താ ഈ കുട്ടിക്ക് പറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും അറിയുന്നില്ല. അഞ്ചു പറഞ്ഞു തീരേണ്ട താമസം. അപ്പോഴേക്കും ഒരു ചുരിദാറും ഇട്ട് മുടിയൊന്ന് കുളിപ്പിന്നിലിട്ട് കയ്യിൽ 1-2 പുസ്തകവുമായി പാറു പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. നീ കുളിച്ചോ? നനഞ്ഞ മുടിയിൽ നിന്നും ഉറ്റി വീഴുന്ന വെള്ളത്തുള്ളിയിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ അഞ്ചു പാറുവിനെ നോക്കി. പാറു ഒന്ന് മൂളി. എന്തിനാ മുടി നനച്ചേ? രാവിലെ കുളിച്ചതല്ലേ, മേല് കഴുകിയാൽ മതിയായിരുന്നല്ലോ. വല്ലാത്ത ക്ഷീണം തോന്നി ചേച്ചി, അതാ കുളിച്ചത്. ചേച്ചിക്ക് പുസ്തകം വല്ലതും വേണോ? അഞ്ജുവിനോട് മറുപടി പറയുന്നതിനോടൊപ്പം അവൾ പുസ്തകത്തെക്കുറിച്ചും ചോദിച്ചു. വേണ്ട, അന്ന് കൊണ്ടുവന്ന പുസ്തകം തന്നെ വായിച്ചു തീർന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോ, നേരം വൈകണ്ട. അഞ്ജു പറഞ്ഞതും ദേവുവും പാറുവും തലയാട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആ, പിന്നെ വരുമ്പോൾ പാടവരമ്പിലൂടെ വരണ്ടാട്ടോ. ഇന്നലെയും 2 മൂർഖനെ കണ്ടത്രേ. ഒന്ന് ചുറ്റിയാലും സാരമില്ല, റോഡിലൂടെ വന്നാൽ മതി രണ്ടാളും. മുറ്റത്തേക്കിറങ്ങി മുന്നോട്ട് നടക്കാനാഞ്ഞവരോട് പുറകിൽ നിന്നും അഞ്ചു വിളിച്ചു പറഞ്ഞു. ശരി ചേച്ചി. പാറു അഞ്ജുവിനോട് തലയാട്ടി പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കൈയും പിടിച്ച് വേഗം പടികളിറങ്ങി റോഡിലൂടെ പാടവരമ്പിലേക്ക് കടന്നു. രാവിലെ നമ്പൂരി അച്ഛനും പറഞ്ഞല്ലോ കുളപ്പടവിൽ മൂർഖനുണ്ടെന്ന്. ഇപ്പോൾ നിന്റെ ചേച്ചിയും പറയുന്നു. ഇതിനു മാത്രം ഈ പാമ്പുകൾ എവിടെ നിന്നാണാവോ വരുന്നത്? കയ്യിലെ പുസ്തകം മാറോട് പിണച്ചു കെട്ടിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ ദേവു സംശയം പറഞ്ഞു. അറിയില്ല, ചിലപ്പോൾ കാവിൽ നിന്നുമാകാം. 1-2 വർഷമായില്ലേ കാവ് തുറന്നിട്ട്. ശരിയാ, കാവിൽ നിന്നുമാവാം പാമ്പുകൾ വരുന്നത്. മനക്കലെ തറവാട്ടുകാർക്ക് ഇതെന്തു പറ്റി? അല്ലെങ്കിൽ ദിവസവും അടിച്ചു തള്ളി നടക്കാറുള്ള കാവല്ലേ? പാടവരമ്പിൽ നിന്നും ദൂരെ കാണുന്ന കാവിലേക്ക് നോക്കിക്കൊണ്ട് ദേവു തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. അച്ഛൻ പറയുന്നത് കേട്ടു, എന്തൊക്കെയോ ദോഷമുണ്ടെന്ന്. എന്തോ 1000 നക്ഷത്രക്കാരിയോ അങ്ങനെ ആരോ അവിടെ പൂജ ചെയ്യണത്രേ. അങ്ങനെയൊരു നക്ഷത്രക്കാരി ആ തറവാട്ടിലും ഇല്ല. അച്ഛൻ പറയുന്നത് കേട്ടതാണ്. ശരിയാണോ എന്നറിയില്ല. അല്ല, നീ എന്താ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയത്? പൊതുവെ നിനക്ക് ആ ശീലമില്ലാത്തതല്ലേ? പാറു പറഞ്ഞതിന് മൂളിക്കൊടുത്തുകൊണ്ട് തൻ്റെ പുറകിൽ വരുന്ന പാറുവിനെ ദേവു തിരിഞ്ഞു നോക്കി. ചെറിയൊരു പാടവരമ്പാണ്. കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാൻ കഴിയും. ഇരുവശങ്ങളിലും നെൽപ്പാടമാണ്. ഈ പാടവരമ്പ് കഴിഞ്ഞാൽ വായനശാലയിലെത്താം. റോഡ് വഴിയാണെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും എടുക്കും വീട്ടിലേക്ക് എത്തുവാൻ. കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളിസ്ഥലമാണ്. കൊയ്ത്തിനുള്ള സമയമായിരിക്കുന്നു.
ഓരോ വശങ്ങളിലെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്നവളെ ദേവു ഒന്ന് നോക്കി. അഞ്ജു ചേച്ചിയും എന്നോട് ചോദിച്ചു നിനക്കെന്താ പറ്റിയതെന്ന്. ക്ഷേത്രത്തിൽ നിന്നും വന്നതിന് ശേഷം നീ മിണ്ടാട്ടം മുട്ടി നിൽക്കാണത്രേ. എന്താടാ, രാവിലെ നന്ദു പറഞ്ഞതൊക്കെ ഓർത്ത് തല പുകയ്ക്കുകയാണോ? ചോദ്യത്തോടെ ദേവു പാറുവിനെ നോക്കിയതും അപ്പോൾ തന്നെ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതാ നല്ല കൂത്തായത്. അതിനു മാത്രം ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ചേച്ചി ചോദിച്ചത് നിന്നോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. തൻ്റെ കൂട്ടുകാരിയുടെ കണ്ണീർ കണ്ടതും ദേവുവിന് വല്ലായ്മ തോന്നി. അല്ലെങ്കിലും പാറു ഒരു തൊട്ടാവാടിയാണെന്ന് അവൾക്കറിയാം. ഞാനെന്ത് ചെയ്യാനാ ദേവു? എനിക്ക് പറ്റണ്ടേ? അദ്ദേഹം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ദേ ഈ നെഞ്ചിങ്ങനെ ഇടിക്കുകയാ. ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. കണ്ണുനീരോടെ പറയുന്നവളെ ദേവു അതേ സങ്കടത്തോടെ നോക്കി നിന്നു. ഒരു തരത്തിൽ പാറുവിനെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ദേവുവിന് തോന്നി. എന്തെന്നാൽ ഈ 5 വർഷങ്ങൾക്കിടയിൽ പലരുടെയും നാവിൽ നിന്നും അവൾ ഒരു ഭീഷണി സ്വരം പോലെ കേട്ടതാണ് മനക്കലെ ശിവദത്തനെ കുറിച്ച്. ആ ഭയം ഈ 5 വർഷവും അവൾ ഉള്ളിലിട്ട് നടക്കുകയാണ്. അങ്ങനെയുള്ളവളോട് മനക്കലെ ശിവദത്തൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കാതിരിക്കുമോ? എൻ്റെ മോളെ, നീ ഇപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷനാവല്ലേ. എനിക്ക് തോന്നുന്നു നിന്നെ പറ്റിക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നതെന്നാ. അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിന്നോട് പ്രതികാരം ചെയ്യാൻ. അല്ല, അതിനു മാത്രം നീ എന്ത് ചെയ്തു? നിന്നോട് വേണ്ടാതീനം കാണിച്ചതുകൊണ്ടല്ലേ അങ്ങേർക്ക് നാടുവിടേണ്ടി വന്നത്. ഞാനായിരുന്നെങ്കിൽ അങ്ങേരെ പോലീസിൽ ഏൽപ്പിച്ചേനെ. നീ ഇനി അതൊന്നും ഓർത്ത് തല പൊണ്ണാക്കേണ്ട. ഞാനില്ലേ നിന്റെ കൂടെ. വന്നേ, ഇനി അതോർത്ത് കരയാൻ നിൽക്കേണ്ട. തൻ്റെ കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കാൻ എന്നോളം പറഞ്ഞുകൊണ്ട് ദേവു അവളുടെ കയ്യും പിടിച്ച് വേഗത്തിൽ നടന്നു. അപ്പോഴും പുറകിലൂടെ വരുന്ന തൻ്റെ കൂട്ടുകാരിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിൽപ്പുണ്ടാകുമെന്ന് ദേവുവിന് ഉറപ്പായിരുന്നു. എന്തെന്നാൽ 5ാം ക്ലാസ് മുതൽ ദേവു പാറുവിനെ കാണാൻ തുടങ്ങിയതാണ്. അന്ന് തൊട്ടുള്ള കൂട്ടാണ് രണ്ടുപേരും. രണ്ടുപേരുടെയും ഇടയിൽ നന്ദിത എന്ന കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ആ കൂട്ടുകാരി തങ്ങളിൽ നിന്ന് വിട്ടുപോയതാണ്. അതിനുശേഷം ദേവുവും പാറുവും മാത്രമായിരുന്നു കൂട്ട്. പാടവരമ്പും കഴിഞ്ഞ് റോഡും കടന്ന് വായനശാലയിൽ രണ്ടുപേരും എത്തി. വൈകുന്നേരമായതുകൊണ്ട് തന്നെ വായനശാലയുടെ തൊട്ടരികിലുള്ള ശ്രീവത്സം ക്ലബ്ബിൽ യുവാക്കൾ തങ്ങി നിറഞ്ഞിട്ടുണ്ട്. ജോലി കഴിഞ്ഞവരും പഠിത്തം കഴിഞ്ഞവരും എല്ലാവരും വൈകുന്നേരം കൂടുന്ന സ്ഥലം. കൂട്ടത്തിൽ ദേവുവിൻ്റെ ഏട്ടൻ ശ്രീജിത്തുമുണ്ട്. പാടവരമ്പ് കഴിഞ്ഞു വരുന്ന പാറുവിനെയും ദേവുവിനെയും കണ്ടവൻ ക്ലബ്ബിൽ നിന്നും ഇറങ്ങി ലൈബ്രറിയുടെ അടുത്തേക്ക് വന്നു. സന്ധ്യ ആയല്ലോ ദേവു, നേരത്തെ വന്നൂടെ? നേരത്തെ ഇറങ്ങിയതാ ഏട്ടാ. പിന്നെ ഈ പെണ്ണിൻ്റെ കണ്ണുനീരൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും സമയമെടുത്തു. അരികിൽ നിൽക്കുന്ന പാറുവിനെ ചൂണ്ടിക്കൊണ്ട് ദേവു കളിയാലെ പറഞ്ഞതും പാറു ദേവുവിനെ നോക്കി ചുണ്ടുകൂട്ടി. ഹാ, അത് സ്ഥിരമുള്ളതല്ലേ. ആട്ടെ, ഇന്നത്തെ വിഷയം എന്തായിരുന്നു? കളിയാലെ ശ്രീജിത്തും ചോദിച്ചു. ഇന്നത്തെ വിഷയം ഞാൻ രാവിലെ പറഞ്ഞത് തന്നെ. ഏത്? ശിവ വരുന്നുണ്ടെന്ന് പറഞ്ഞതോ? ചോദ്യത്തോടെ പാറുവിനെ നോക്കി ശ്രീജിത്ത്. അതുതന്നെ. ദേ, ഏട്ടൻ അവളോട് പറഞ്ഞേക്ക്, ഇനി ഇവളെ വേദനിപ്പിക്കാൻ വന്നാൽ ഞാൻ എൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുമെന്ന്. പാറുവിനെ തൻ്റെ തോളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദേവു പറഞ്ഞതും ശ്രീജിത്ത് അവളെ കണ്ണൂരിട്ട് നോക്കി. ഏട്ടൻ കണ്ണൂരിട്ടേണ്ട. ഏട്ടനോടുള്ള അവളുടെ ഇഷ്ടവും ഇവളോടുള്ള വിരോധത്തിന് ഒരു കാരണമാണ്. തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ഏട്ടനെ അതേ കുറുമ്പോടെ അവളും തിരിച്ചു നോക്കി. ദേ ദേവു, എൻ്റെ കയ്യിൽ നിന്നും മേടിക്കുവേ. അവൾ ഇഷ്ടം പറഞ്ഞു വരട്ടെ, എൻ്റെ തനി സ്വരൂപമായിരിക്കും അവൾ കാണുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് പാറുവിനെയും ഒന്ന് നോക്കി ശ്രീജിത്ത് ക്ലബിലേക്ക് തിരിച്ചു കയറിപ്പോയി. നീ എന്തിനാടി ചിത്തനേട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ശ്രീജിത്ത് പോയതും ദേവുവിൻ്റെ കയ്യിൽ മെല്ലെ തല്ലിക്കൊണ്ട് പാറു ചൊടിയോടെ ചോദിച്ചു. ഹാ, അതിന് ഞാൻ വേണ്ടാത്തതൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു നാൾ രണ്ടും ഒടുക്കത്തെ പ്രണയത്തിലായിരുന്നുവല്ലോ. ആ കലിയ ആ പെണ്ണ് നിന്നോടിപ്പോൾ തീർക്കുന്നതും. രണ്ടുപേരും ലൈബ്രറിയുടെ അകത്തേക്ക് കയറി. പതിവ് പോലെ ഇന്നും ദീപക് മാഷാണ് ലൈബ്രറിയൻ സീറ്റിലിരിക്കുന്നത്. ദീപക്കിനെ കണ്ടതും ദേവ് പതിയെ പാറുവിൻ്റെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. തൻ്റെ പിറകിലേക്ക് മറഞ്ഞു നിന്നവളെ കണ്ടതും പാറുവിന് ചിരി വന്നു. ഈ പിന്നിലേക്ക് മറഞ്ഞു നിൽക്കുന്നതിൻ്റെ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ.
ദീപക് മാഷ് ഒരു കല്യാണാലോചനയുമായി ബന്ധുക്കളെ ദേവുവിൻ്റെ വീട്ടിലേക്ക് വിട്ടിരുന്നു. അതാണ് പെണ്ണിന് ഇത്ര നാണം. മോള് പഠിക്കുകയാണല്ലോ, കുറച്ച് കഴിയട്ടെ എന്ന് മാഷ് പറഞ്ഞപ്പോൾ ആ ആലോചന അവിടെ നിന്നതായിരുന്നു. ഹാ, പാർവതിയോ? രജിസ്റ്റർ ബുക്കിൽ എന്തൊക്കെയോ അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്ന ദീപക് മാഷ് എന്ന ദീപു തലയുയർത്തി നോക്കി. പാറുവിനെയും അവളുടെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ദേവുവിനെയും അവൻ കണ്ടതും എഴുത്ത് നിർത്തി രജിസ്റ്റർ ബുക്ക് ക്ലോസ് ചെയ്തു. ദീപേട്ട, കൊണ്ടുപോയ പുസ്തകം. കയ്യിലെ പുസ്തകം രണ്ടടി മുന്നോട്ട് നടന്നുകൊണ്ട് പാറു അവൻ്റെ മുന്നിലുള്ള മേശയുടെ മുകളിലേക്ക് വെച്ചു. എന്താ പാറു, തൻ്റെ കൂട്ടുകാരിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? മറഞ്ഞിരിക്കുന്നവളെ ഇടം കണ്ണാലെ നോക്കിക്കൊണ്ട് ദീപു ചോദിച്ചതും പാറു തൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവുവിനെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ദീപക് മാഷിൻ്റെ മുന്നിൽ വെച്ച് മാത്രമാണ്. അല്ലെങ്കിൽ പെണ്ണൊരു വായാടിയും തൻ്റെടിയുമാണ്. ആകെ പതറുന്നത് മാഷിൻ്റെ മുന്നിൽ മാത്രം. കണ്ണേട്ടനില്ലേ ദീപേട്ട? ആ ലൈബ്രറി മൊത്തത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് പാറു ചോദിച്ചു. ഇല്ല, അവൻ കോയമ്പത്തൂർ പോയിട്ടുണ്ട്. അതാ ഞാനിവിടെ ഇരുന്നേ. പാറുവിന് ഏത് പുസ്തകമാണ് വേണ്ടത്? ചോദിക്കുന്നതിനോടൊപ്പം അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പാർവതിയുടെ അരികിലേക്ക് വന്നു. ഉദ്ദേശം പുറകിലുള്ളവൾ തന്നെ. തന്നെ നോക്കാതെ മറിഞ്ഞിരിക്കുന്നവളെ നല്ലതുപോലെ ഒന്ന് കാണണം. അതായിരുന്നു ഇരുന്നിടത്ത് നിന്നും മാഷ എഴുന്നേറ്റ് വന്നത്. ദേവുവിന് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? വീണ്ടും അവൻ അതേ ചോദ്യം ആവർത്തിച്ചു. ആ സമയം കൊണ്ട് പാറു അവരുടെ അടുത്ത് നിന്നും പുസ്തക റാക്കുകളുടെ ഇടയിലേക്ക് നടന്നിരുന്നു. എനിക്കെന്തിന് ദേഷ്യം? ഇപ്പോഴും പെണ്ണ് തലയും താഴ്ത്തി നിൽപ്പാണ്. പാറു മുന്നോട്ട് പോയതും ഒറ്റക്കായ അവസ്ഥയായി പെണ്ണിന്. ഞാൻ എൻ്റെ വീട്ടുകാരെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിൽ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. തന്നോട് അഭിപ്രായം ചോദിക്കണമായിരുന്നു. എന്നുവെച്ച് താൻ എപ്പോഴും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഒഫീഷ്യലായി ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞയച്ചു. അത്രമാത്രം അന്നത്തെ വരവിനെ കണ്ടാൽ മതി. തൻ്റെ അച്ഛന് മകളെ ഇപ്പോഴേ കല്യാണം കഴിപ്പിച്ചു വിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആ ആലോചന വിട്ടിരുന്നു. ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇനിയും എന്നെ കാണുമ്പോൾ താൻ പതറാതിരിക്കാനാണ്. ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കാതിരിക്കാനാണ്. പുസ്തകം ഏതാണെന്ന് വെച്ചാൽ എടുത്തോളൂ, ഞാൻ പുറത്തുണ്ടാകും. അത്രയും പറഞ്ഞുകൊണ്ട് ദീപക് മാഷ് അവളുടെ അരികിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയി കഴിഞ്ഞതും അവൾ പതിയെ പാറുവിൻ്റെ അരികിലേക്ക് നടന്നു. ദീപേട്ടൻ എന്തു പറഞ്ഞു? MTയുടെ മഞ്ഞ് എന്ന പുസ്തകമാണ് പാറുവിൻ്റെ കയ്യിൽ. അതിൻ്റെ ഓരോ പേജുകളായി മറിക്കുമ്പോഴാണ് അവളുടെ അരികിലേക്ക് ദേവു വന്നത്. മറിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ച് അവൾ ചോദ്യത്തോടെ ദേവുവിനെ നോക്കി. ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. മാഷ് ചോദിക്കാതെ വീട്ടിൽ ബന്ധുക്കാരെ പറഞ്ഞു വിട്ടതിൽ പരിഭവം പറഞ്ഞതാ. പിന്നെ മാഷിനെ കാണുമ്പോൾ എൻ്റെ ഒളിച്ചുകളി നിർത്താനും. ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവു ഓരോ പുസ്തകങ്ങളായി നോക്കി തുടങ്ങി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവു? ചോദിച്ചോളൂ. പാറുവിനെ നോക്കാതെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ദേവു. എന്നെ നോക്കടി. ദേവുവിനെ തൻ്റെ നേർക്കു പിടിച്ചു നിർത്തി പാറു. എന്താ? ദേവു പാറുവിനെ കൂർപ്പിച്ചു നോക്കി. നിന്റെ പഠിത്തം കഴിഞ്ഞ് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ദീപേട്ടൻ വീണ്ടും കല്യാണാലോചനയുമായി വന്നാൽ നിന്നെ നിന്റെ അച്ഛൻ ദീപേട്ടന് കൊടുക്കുമോ? അല്ല, നിനക്ക് ദീപേട്ടനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിരുന്നോ? തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളോട് പാറു ചോദിച്ചതും കൂർപ്പിച്ച് നോട്ടം മാറ്റി ആ കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ തിളക്കം മിന്നിമാഞ്ഞു. മറുപടി താ. ഒന്നും മിണ്ടാതെ തന്നെ നോക്കുന്നവളോട് വീണ്ടും പാറു ചോദിച്ചു. അറിയില്ലടാ, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ മാഷിനോട് എനിക്കിഷ്ടം തോന്നിയിരുന്നു എന്ന് ചോദിച്ചാൽ തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ കള്ളമാകും. ഇഷ്ടമുണ്ട്, പക്ഷേ അത് മറ്റൊരർത്ഥത്തിലല്ലെന്ന് മാത്രം. അല്ലെങ്കിലും എനിക്ക് പ്രേമിക്കാനൊന്നും താല്പര്യമില്ല. എനിക്കൊരു ജീവിതം വേണമെന്ന് തോന്നിയാൽ അപ്പോൾ അച്ഛനോട് പറയും. അച്ഛനെ ഇഷ്ടപ്പെടുന്നയാളെ ഞാൻ വിവാഹം കഴിക്കും. അതിപ്പോൾ മാഷിനെ അച്ഛന് ഇഷ്ടമായാൽ ഞാൻ അദ്ദേഹത്തിനെയും വിവാഹം കഴിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് റാക്കിൽ നിന്നും ഒരു പുസ്തകമെടുത്ത് അവൾ മേശയുടെ അരികിലേക്ക് വന്നു. അപ്പോഴേക്കും ദീപക് മാഷ് വീണ്ടും തൻ്റെ ചെയറിലേക്ക് വന്നിരുന്നു. പാറു ഓരോ ചിന്തയോടെ കയ്യിലെ മഞ്ഞുമായി അവളുടെ പുറകെയും. രജിസ്റ്റർ ബുക്കിൽ അടയാളപ്പെടുത്തുമ്പോഴും ദേവുവിന് എന്തോ തൻ്റെ മുന്നിലിരിക്കുന്ന മാഷിനെ നോക്കാൻ വല്ലായ്മ തോന്നിയിരുന്നു.
എന്നാലും അല്പം മുമ്പ് മാഷ് പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിലേക്ക് വന്നതും ആ വല്ലായ്മയെ ഇല്ലാതാക്കിക്കൊണ്ട് പഴയതുപോലെ അവൾ പെരുമാറാൻ ശ്രമിച്ചു. ദീപക് മാഷും അങ്ങനെ തന്നെയായിരുന്നു. ഇതേസമയം രണ്ടുപേരെയും മാറി മാറി നോക്കുകയായിരുന്നു പാറു. ദേവുവിൻ്റെ അച്ഛൻ്റെ സമ്മതം കിട്ടിയിരുന്നെങ്കിൽ പരസ്പരം ചേരേണ്ടവർ, ഒരു ജീവിതം നയിക്കേണ്ടവർ. ലൈബ്രറിയിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി നടന്നു. പെട്ടെന്ന് എന്തോ ഒരു തോന്നിച്ചയിൽ പാറു തിരിഞ്ഞു നോക്കിയതും കണ്ടു ലൈബ്രറിയുടെ വാതിക്കൽ നിന്നും തങ്ങളെ നോക്കി നിൽക്കുന്ന ദീപേട്ടനെ. അദ്ദേഹത്തിൻ്റെ നോട്ടം തൻ്റെ അരികിലുള്ള ദേവുവിലായിരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ പാറുവിന് മനസ്സിലായി. പാറു തിരിഞ്ഞു നോക്കിയതും അപ്പോൾ തന്നെ ചമ്മിയ ഒരു ചിരിയും ചിരിച്ച് മാഷി ലൈബ്രറിയുടെ അകത്തേക്ക് കയറി. അദ്ദേഹത്തിൻ്റെ അതേ പുഞ്ചിരി പാറുവിലും ഉളവായി. അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരിയുടെ കൈയും പിടിച്ച് റോഡിലൂടെ മുന്നോട്ട് നടന്നു. മനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ചന്ദ്രശേഖരൻ്റെ കാർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും രാഘവനും പുറകിലെ സീറ്റിൽ നിന്നും ചന്ദ്രശേഖരനും ഇറങ്ങി. രാഘവ, നാളെ കൃത്യം 10 മണിയാകുമ്പോഴേക്ക് എത്തണം. അറിയാലോ, ശിവ വരുന്നുണ്ട്. 11 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. താൻ പിക്ക് ചെയ്യാൻ പോകണം. ഗാംഭീര്യമാർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ മനക്കൽ തറവാടിനകത്തേക്ക് കയറി. അപ്പോഴേക്കും കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഗൗതമി പുറത്തേക്ക് വന്നിരുന്നു. ശിവ വിളിച്ചിരുന്നു. അവൻ ഫ്ലൈറ്റ് കയറി. ഗൗതമി പുറത്തേക്ക് വന്നതും ചന്ദ്രശേഖരൻ ഗൗതമിയോട് പറഞ്ഞു. ഓവോ, ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞതാണല്ലോ അവൻ. എല്ലാവരോടും പറയാൻ എന്നെ ഏൽപ്പിച്ചതാ. ദുബായിലെത്തിയാൽ വിളിക്കുമായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയ തൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്ത് കാറിൻ്റെ സൈഡിലായി നിൽക്കുന്ന രാഘവൻ്റെ അടുത്തേക്ക് ഗൗതമി വന്നു. രാഘവേട്ട, ഗൗതമി വിളിച്ചതും രാഘവൻ വേഗം അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു. ശിവ വരുന്ന കാര്യം ചന്ദ്രേട്ടൻ പറഞ്ഞില്ലേ? തീർത്തും ഗൗരവത്തോടെയുള്ള ഗൗതമിയുടെ വാക്കുകൾ. പറഞ്ഞു. നാളെ ശിവക്കുഞ്ഞിനെ കൂട്ടാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ സാർ. ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. എൻ്റെ കുഞ്ഞു മനസ്സെരുകിയ ഇവിടെ നിന്നും പോയത്. കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ വേണ്ട, എനിക്കറിയാവുന്നതല്ലേ. എൻ്റെ മോൾക്കൊരു തെറ്റുപറ്റി. അതിന് അന്നേ ഞാൻ ക്ഷമ ചോദിച്ചതല്ലേ. വല്ലാത്ത വിനയത്തോടെ രാഘവൻ പറഞ്ഞു. എന്തെന്നാൽ മനക്കൽ തറവാട്ടുകാരെ മുഷിപ്പിക്കുന്നത് നല്ലതല്ലെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അന്നത്തെ ആ സംഭവത്തിനെക്കുറിച്ച് ഒരു കാര്യവും ശിവയോട് ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. ഇപ്പോഴും തൻ്റെ മകളോടുള്ള ദേഷ്യം അവന് കുറഞ്ഞിട്ടില്ല. അവനു മാത്രമല്ല, എനിക്കും. 5 വർഷക്കാലം എൻ്റെ മകനെ കാണാതിരിക്കാൻ കാരണം തൻ്റെ മകൾ മാത്രമാണ്. അവളോടും പറഞ്ഞേക്ക്, എൻ്റെ മകൻ്റെ കൺമുന്നിൽ പോലും അവൾ വന്നു പെട്ടേക്കരുതെന്ന്. പാർവതിയോടുള്ള നീരസം നല്ലതുപോലെ ഗൗതമിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്തോ ഈ 5 വർഷം കഴിഞ്ഞിട്ടും അവളോടുള്ള ദേഷ്യം ഗൗതമിക്ക് കുറഞ്ഞിട്ടില്ല. ഇനി ഒന്നും പറയാനില്ലെന്ന മട്ടിൽ രാഘവനോട് പറഞ്ഞുകൊണ്ട് ഗൗതമി തറവാട്ടിനകത്തേക്ക് കയറിപ്പോയി. ഗൗതമി അകത്തേക്ക് കയറിപ്പോയതും നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ രാഘവൻ മനക്കൽ തറവാട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് നടന്നു. തുടരും. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും തരണേ. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.